മോഹൻജി, നിങ്ങൾ നല്ലൊരു ഹിപ്നോട്ടിസ്റ്റ് ആണല്ലോ. മാത്രമല്ല നിങ്ങൾ ഒരുപാട് നല്ല സ്റ്റേജ് പെർഫോമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ കുറച്ച് ആളുകളെ സ്റ്റേജിലേക്ക് വിളിക്കുന്നു, അവരോട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയുന്നു, അതിനുശേഷം അവർ ഉറങ്ങിപ്പോവാണ്. എന്നിട്ട് കുറച്ച് ഡിജിറ്റ് പറയുന്നു, അതിനകത്ത് ഏതെങ്കിലും ഒരു ഡിജിറ്റ് മറന്നു പോകുന്നു പറയുന്നു, അവർ അതുപോലെ തന്നെ മറന്നു പോകും. ഇതൊക്കെ ഉള്ളത് തന്നെ, സത്യം തന്നെ ഇതല്ല? മനോജ് ഭായി, ഇത് വളരെ സയന്റിഫിക് ആണ്. ഇതിനകത്ത് സംഭവം ഞാൻ ലളിതമാക്കി പറയാം. അതായത് നമ്മള് സ്റ്റേജിലേക്ക് കുറച്ച് വോളണ്ടിയേഴ്സ് സബ്ജക്റ്റുകളെ വിളിക്കുന്നുണ്ടല്ലോ, അവരെ ഹിപ്നോട്ടിസ്റ്റുകൾ ചെയ്യുന്ന എന്താണെന്നറിയോ? അവർ ആദ്യം ഒരു ട്രാൻസ്, അതായത് ഒരു സ്ലീപ്പിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. പിന്നീട് ഇവരുടെ ഉപബോധ മനസ്സിന്റെ കൺട്രോൾ മുഴുവൻ ഈ ഹിപ്നോട്ടിസ്റ്റിന്റെ കയ്യിലാണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ അവർക്ക് കൊടുക്കുന്നോ അത് അവര് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 4 എന്നുള്ള സംഖ്യ മറന്നു പോകുന്നതാണ്, അത് പൂർണ്ണമായിട്ടും അവരും മറന്നു പോയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്നറിയോ? നമുക്കിപ്പം ഒരു സബ്ജക്റ്റിന് കിട്ടിയാൽ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും എംപവർ ചെയ്യാനും നല്ല പോസിറ്റീവായിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ സെൽഫ് ഹിപ്നോസിലൂടെ എംപവർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതാണ് ഇത് വൺ സെറ്റപ്പ് ആണല്ലേ? ഇത് അടിപൊളി ടൂളാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ഈ നടന്നു പോകുന്നതിനിടയിൽ, നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്നെ ട്രാൻസിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റിയല്ലോ അല്ലേ? അല്ല, നിങ്ങളുടെ കൂടെ തുടർന്ന് നടക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കുഴപ്പമില്ല അല്ലേ? താങ്ക് യു.